മലയാള സിനിമയിലെ യുവ നടിമാരിൽ ശ്രദ്ധേയയായിട്ടുള്ള ഒരു നടിയാണ് അഹാന കൃഷ്ണ. എന്നാൽ വെള്ളിത്തിരയിലെ സാന്നിധ്യത്തെക്കാൾ ഉപരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് അഹാന ഇന്ന് മലയാളികൾക്കിടയിൽ കൂടുതലും സജീവമായിരിക്കുന്നത്. റീലുകളിലൂടെയും യാത്രകളുടെയും വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുടെയും വ്ളോഗുകളിലൂടെയും അഹാന നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ നിറഞ്ഞാടുകയാണ്. നടി എന്നതിലുപരി ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന പുതിയ റോളിൽ അഹാന സ്വന്തമായൊരിടം കണ്ടെത്തിയിട്ടുമുണ്ട്. അഹാന മാത്രമല്ല, നടിയുടെ അച്ഛനായിട്ടുള്ള നടൻ കൃഷ്ണകുമാറും അമ്മ സിന്ധുവും സഹോദരിമാരായിട്ടുള്ള ദിയ, ഇഷാനി, ഹൻസിക എന്നിവരും മലയാളികൾക്ക് എല്ലാ കാലത്തും പ്രിയപ്പെട്ടവരാണ്. ഇവരുടെ കുടുംബ വിശേഷണങ്ങളെല്ലാം ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട്. അഹാന കൃഷ്ണയുടെ വരുമാന സ്രോതസ്സുകൾ സിനിമ എന്ന പരമ്പരാഗത മേഖലയിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുത. സിനിമകളിൽ നിലവിൽ സജീവമല്ലെങ്കിൽ പോലും അഹാനയുടെ സാമ്പത്തിക നില ഭദ്രമാണ്. ഇതിന് കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന വരുമാനങ്ങളാണ്. ബ്രാൻഡ് പ്രൊമോഷനുകൾ, സ്പോൺസേർഡ് കണ്ടന്റുകൾ, യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്നിവയിലൂടെയാണ് ഈ വരുമാനം ലഭിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ അഹാന കൃഷ്ണയുടെ മാത്രം വരുമാനം ഏകദേശം 63,41,150 രൂപയായിരുന്നു എന്നാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൃഷ്ണകുമാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു യുവനടിയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു കണ്ടന്റ് ക്രിയേഷനിലൂടെ മാത്രം ഈ ഭീമമായിട്ടുള്ള വരുമാനം നേടാനായത് ഡിജിറ്റൽ ലോകത്ത് അഹാനയുടെ സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ വരുമാനം ഇനിയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അഹാന കൃഷ്ണ തന്റെ ഇൻസ്റ്റാഗ്രാം പേജ് സബ്സ്ക്രിപ്ഷൻ മോഡ് ആക്കിയിരിക്കുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ.